Hi dear students, next ഒരു റിമാർക്കാണ്. അതായത് നമ്മുടെ ഒരു ഫങ്ഷന് ഒരു ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ് എന്ന് എങ്ങനെ പറയാൻ നോക്കാം. ഇപ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഇൻക്രീസിങ് ഫങ്ഷനാണ്. അതേസമയം നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ് ഒരു ഇൻ്റർവെല്ലിലെങ്കിൽ നമ്മുടെ ഫങ്ഷൻ എന്നത് ഡിക്രീസിങ് ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫങ്ഷനെ ഒരു ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാം അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ഇൻ്റർവെല്ലിലാണ് കേട്ടോ, ഒരു ഇൻ്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫങ്ഷൻ എന്നത് ഇൻക്രീസിങ് ഫങ്ഷനാണ്. അതേസമയം ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് ലെസ് ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ, ദെൻ എഫ് ഈസ് സെഡ് ടു ബി ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് find the interval on which the function f given by f of x equal to 2x cube minus 3x square minus 36x plus 7 is increasing and decreasing. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എന്നത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലും അതേപോലെ ഈ ഫങ്ഷൻ എന്ന ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെല്ലും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻ എന്നത് ഇൻക്രീസിങ് ആവുക എപ്പോഴാണ്? നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ അല്ലേ. സൊല്യൂഷൻ നോക്കാം. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്താണ്? 2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 36x പ്ലസ് 7. അങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 36 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 7ൻ്റെ ഡെറിവേറ്റീവോ 0. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു എക്സ് പറയുമ്പോൾ 6x മൈനസ് 36 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 36. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 6x സ്ക്വയർ മൈനസ് 6x മൈനസ് 36. ഈ 3 ടേമിലും 6 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 6 കോമൺ ആയിട്ട് എടുക്കാം. 6 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 എന്ന് വരും. ശരിയല്ലേ? ഇനി ഇത് നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 എന്നതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്നത് -6ഉം അവിടെ സം എന്നത് -1ഉം ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 അല്ലേ. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ഏതാ വരിക? 6 ഇൻറ്റു, ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ത് കിട്ടണം? -6 കിട്ടണം. രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്നത് -1ഉം കിട്ടണം. ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? 3ഉം 2 കൊടുത്ത് നോക്കൂ. 3ഉം 2ൽ -3 ഇൻറ്റു 2 എന്ന് കൊടുക്കാം. -3 ഇൻറ്റു 2 അവിടെ പ്രൊഡക്റ്റ് എന്ത് വരും? -6 എന്ന് വരും. അതേസമയം -3 പ്ലസ് 2 ഇതെന്താ? -1 ആണ്. അപ്പോൾ നമ്പേഴ്സ് എന്നത് ഏതാ വരുന്നത്? -3ഉം 2ഉം. അപ്പോൾ നമുക്ക് എഴുതാം 6 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 2 ആണ് കേട്ടോ, കാരണം -3ഉം 2ഉം അല്ലേ. അപ്പം 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ഇൻ്റർവെൽ കിട്ടും. അതേപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള
എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുന്ന ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എന്നത് ആ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ്ങും ആണ്. ഓക്കെ, നൗ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന എക്സുകളുടെ വാല്യൂ ആണ് വേണ്ടത്. ഇറ്റ് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്താവുക? പോസിറ്റീവ് ആവുക അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണല്ലോ. ഇവിടെ നമുക്ക് 6 എപ്പോഴും പോസിറ്റീവാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഏത് പോസിറ്റീവ് ആയാൽ മതി? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നത് പോസിറ്റീവ് ആയാൽ മതി. വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നത് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബ്രാക്കറ്റിലുള്ളത് ബ്രാക്കറ്റ് എന്നതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നത് പോസിറ്റീവാണ് അല്ലേ? സിംപ്ലൈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം രണ്ട് റിയൽ നമ്പർ പോസിറ്റീവ് ആവണമെങ്കിൽ എങ്ങനെയൊക്കെ ആവാം? എക്സും വൈയും പോസിറ്റീവ് ആവാം അല്ലേ? എക്സ് പോസിറ്റീവ് ആവണം, വൈയും പോസിറ്റീവ് ആവണം. ഇപ്പോൾ എക്സാമ്പിൾ എക്സ് എന്നത് 2ഉം വൈ എന്നത് 3ഉം ആണ് വിചാരിക്കും. എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6ആണ്. 6 പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ ഒന്നുകിൽ ആ രണ്ട് നമ്പേഴ്സും എന്താവണം? ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആവണം. ഇനി രണ്ടും നെഗറ്റീവ് ആയാലോ? ഇപ്പോൾ എക്സ് എന്നതൊരു -2ഉം വൈ എന്നതൊരു -3 ആയി വിചാരിച്ചു. അതിൻ്റെ പ്രൊഡക്റ്റ് എന്തുതന്നെയാണ്? പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആയാലും അവയുടെ പ്രൊഡക്റ്റ് എന്നത് പോസിറ്റീവാണ്. ഇപ്പോൾ എക്സ് ലെസ് ദാൻ 0, വൈ എന്നത് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ ഒന്നുകിൽ ആ രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആവണം, അതല്ലെങ്കിൽ ആ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു നമ്പറാണ്, ഇതൊരു നമ്പറാണ്. അവയുടെ പ്രൊഡക്റ്റ് എന്നത് പോസിറ്റീവ് ആവണമെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2 എന്നത് എന്താവണം? പോസിറ്റീവ് ആവണം. ആൻഡ് എക്സ് മൈനസ് 3 എന്നത് പോസിറ്റീവ് ആവണം ഒരു കേസിൽ. അതേസമയം ഇത് രണ്ടും എന്തായാലും മതി, നെഗറ്റീവ് ആയാലും മതി. അവയുടെ പ്രൊഡക്റ്റ് എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും. ഓർ എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് മൈനസ് 3 ഈസ് ലെസ് ദാൻ 0. ഓക്കെ, ഇനി എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 എന്നതിൽ നിന്നും നമുക്ക് എന്ത് പറയാം? എക്സ് എന്നത് ഗ്രേറ്റർ ദാൻ എക്സ് എന്നത് എന്താവാം? ഗ്രേറ്റർ ദാൻ -2 ആവാം അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0 എന്നതിൽ നിന്നും എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -2 ആൻഡ് ഇനി എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0യിൽ നിന്നോ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയാം. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 3. ഓർ അടുത്ത കേസിൽ എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 0. എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ -2 എന്ന് എഴുതാൻ പെടുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ -2 ആൻഡ് അടുത്ത കേസിലോ എക്സ് മൈനസ് 3 ലെസ് ദാൻ 0, അതായത് എക്സ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. ആൻഡ് എക്സ് ലെസ് ദാൻ 3. ഇനി നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ -2 ആവണം, അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആവണം. അപ്പോൾ ആ പോസിബിലിറ്റി എന്താവും നോക്കാം. നമ്മുടെ റിയൽ ലൈനിൽ 0 ഇവിടെയാണ്, 1 2 3 അങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടെ -1 -2 എന്നും വരും. ഇനി നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് എങ്ങോട്ടാണ് പോവാം? -2 മുതലുള്ള -2നേക്കാളും വലിയ വാല്യൂസ്, അതായത് -1 0 1 2 3 ആ വാല്യൂസൊക്കെ എക്സിന് കൊടുക്കാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസാണ്. ദിസ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ -2. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാലോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇത് രണ്ടും കൂടി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? എക്സ് ഗ്രേറ്റർ ദാൻ 3 ആവണ്ടേ
അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് വന്നു, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3. ഓർ രണ്ടാമത്തെ കേസ് നോക്കൂ, എക്സ് ലെസ് ദാൻ -2. എക്സ് ലെസ് ദാൻ -2 നമുക്ക് വീണ്ടും റിയൽ ലൈൻ എടുക്കാം. -1 -2 -3. എക്സ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസാണ് വരിക? -2ന് താഴേക്കുള്ള വാല്യൂസ്. ഇതാണ് ഏത്? ഒന്ന് അങ്ങനെ പോകും കേട്ടോ. എക്സ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ, എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാലോ 3ക്ക് താഴെയുള്ള വാല്യൂസ്. ഇവിടെ നിന്ന് അങ്ങനെ പോകും, എക്സ് ലെസ് ദാൻ 3. അപ്പോൾ ഇത് രണ്ടും കൂടി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? എക്സ് ലെസ് ദാൻ -2 ആവണം. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ലെസ് ദാൻ -2 അല്ലേ? ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് 3നേക്കാളും മുകളിലാണ്. അപ്പോൾ എക്സ് എന്നത് എവിടെ വരെ ആവാം? 3 മുതൽ ഇൻഫിനിറ്റി വരെ ആവാം. ഓപ്പൺ ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി. ഓർ എക്സ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ഏത് മുതൽ? -2 വരെ ആവാം അല്ലേ? അപ്പം ഓപ്പൺ ഇൻ്റർവൽ -∞ ടു -2. അപ്പോൾ ഈ രണ്ട് ഇൻ്റർവെല്ല് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് പോസിറ്റീവ് ആവുന്നത് അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന രണ്ട് ഇൻ്റർവെല്ല് കിട്ടി. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 if and only if x belongs to 3 infinity or open interval 3 infinity or x belongs to open interval -∞ to -2. അപ്പോൾ ഈ രണ്ട് ഇൻ്റർവെല്ലിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ദ ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ ദീസ് ടു ഇൻ്റർവെൽ. ഹെൻസ് ദ ഫങ്ഷൻ f increases on ഏതൊക്കെ ഇൻ്റർവെല്ല? ഓപ്പൺ ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ -∞ ടു -2. ഓക്കെ, ഈ ഏതെങ്കിലും ഒരു രണ്ട് ഇൻ്റർവെല്ലിൽ ആയാൽ മതി. അപ്പോൾ അവിടെ ഫങ്ഷൻ എന്തായി? ഇൻക്രീസിങ് ഫങ്ഷനായി. ഇനി നമ്മുടെ ഫങ്ഷൻ എപ്പോഴാണ് ഡിക്രീസിങ് ഫങ്ഷൻ ആവാൻ നോക്കാം. ഡിക്രീസിങ് ഫങ്ഷൻ ആവുന്നത് എങ്ങനെ നോക്കണം? എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആവുന്ന എക്സുകളുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവെല്ല് കാണണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ 6 പോസിറ്റീവാണ്, അപ്പോൾ അത് എന്തായാലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഏത് കേസേ ആവുള്ളൂ? എക്സ് -3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ വീണ്ടും രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്നത് നെഗറ്റീവ് ആവണം. രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്നത് നെഗറ്റീവ് ആവണമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇത് നെഗറ്റീവ് ആവാം, ഈ ബ്രാക്കറ്റ് അല്ലേ? പിന്നെയോ ഇത് പോസിറ്റീവ് ആവാം. അപ്പോൾ നമ്മൾ ആൻസർ എന്തേ വരുള്ളൂ? നെഗറ്റീവേ വരുള്ളൂ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അതല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റ് എന്നത് പോസിറ്റീവ് ആവാം, പിന്നെയോ സെക്കൻഡ് ബ്രാക്കറ്റ് നെഗറ്റീവ് ആവാം. അപ്പോഴും നമ്മളെ ആൻസർ എന്താ വരിക? നെഗറ്റീവ് വരുള്ളൂ. അതായത് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവാണ്, പോസിറ്റീവിൻ്റെ നെഗറ്റീവും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഈ കേസ് എടുക്കാം. അതായത് x-3 എന്നത് നെഗറ്റീവും എക്സ് പ്ലസ് 2 എന്നത് പോസിറ്റീവും ആണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്നത് നെഗറ്റീവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് x-3 ഈസ് നെഗറ്റീവ്, x-3 ഈസ് ലെസ് ദാൻ 0 ആൻഡ് അടുത്തത് എക്സ് പ്ലസ് 2 ഈസ് പോസിറ്റീവ് അല്ലേ? എക്സ് പ്ലസ് 2 എന്നത് പോസിറ്റീവ് ആവാം. ഓർ അതല്ലെങ്കിലോ രണ്ടാമത്തത് കണ്ടീഷൻ ഏതാ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. അതായത് x-3 എന്നത് പോസിറ്റീവ്, x-3 ഈസ് ഗ്രേറ്റർ ദാൻ 0
and x plus 2 is less than 0. ഓക്കെ, ഇനി എക്സ് മൈനസ് 3 എന്നാൽ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഈസ് ലെസ് ദാൻ 3 അല്ലേ? ആൻഡ് എക്സ് പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് 2. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 2. ഇനി ഇവിടെയോ എക്സ് മൈനസ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ഇവിടെ എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 0 എന്നാൽ എക്സ് ലെസ് ദാൻ മൈനസ് 2. എക്സ് ലെസ് ദാൻ മൈനസ് 2. ഇനി ഈ രണ്ട് കേസ് ആകുമ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഏതാണെന്ന് നോക്കാം. അതായത് എക്സ് ലെസ് ദാൻ 3യും 0, 1, 2, 3 എന്ന് കൊടുക്കാം. ഇവിടെ -1, -2 അങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് എക്സ് ലെസ് ദാൻ 3 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ -2. എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 3ൻ്റെ താഴേക്കുള്ള വാല്യൂസ് അല്ലേ? 3ൻ്റെ താഴേക്കുള്ള വാല്യൂസ് ഇതാണ് എക്സ് ലെസ് ദാൻ 3 എന്നത്. ഇനിയോ എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാലോ എക്സ് ഗ്രേറ്റർ ദാൻ -2 പറഞ്ഞാൽ -2നേക്കാളും വലിയ വാല്യൂസ് വരണം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരും, അങ്ങനെ പോകും. എക്സ് ഗ്രേറ്റർ ദാൻ -2. ഇത് രണ്ടും കൂടെ സംഭവിക്കുക ഏതിൽ മാത്രമാണ്? രണ്ടും കൂടെ സംഭവിക്കണം. എക്സ് ലെസ് ദാൻ 3 ആവണം, അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ -2 ആവണം. അതായത് ഇത് മുതൽ ഇതുവരെ, ഇത് മുതൽ ഇതുവരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എക്സ് ലെസ് ദാൻ 3 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഏതാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഓർ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് എക്സ് ലെസ് ദാൻ -2. അപ്പോഴോ 0, 1, 2, 3 ഇങ്ങനെ പോകും. ഇവിടെ -1, ഇവിടെ -2, -3 ഇങ്ങനെ പോകും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂസ് ഏതാ വരിക? ഇത് മുതൽ എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇനി അടുത്തതോ എക്സ് ലെസ് ദാൻ -2. അപ്പോൾ എക്സ് ലെസ് ദാൻ -2 അതായത് ഇങ്ങോട്ട് പോകും. ഇത് രണ്ടും കൂടി സംഭവിക്കുന്ന പോയിന്റുകളുണ്ടോ? അതായത് ഒരു റിയൽ നമ്പർ 3നേക്കാളും വലുതും -2നേക്കാളും ചെറുതും ആവണം. അങ്ങനെ ഒരു റിയൽ നമ്പർ ഇല്ല അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലൈൻസും ഇതിൻ്റെ ഇൻ്റർസെക്ഷനായിട്ട് വരണം. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടില്ലേ, നമ്മുടെ ഈ രണ്ട് ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ആവുന്ന ആ ഇൻ്റർവെല്ല്, അതായത് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാല്യൂസ്, എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാല്യൂസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും വാല്യൂസാണ് എക്സിൻ്റെ വാല്യൂസ്. പക്ഷേ ഈ കേസിൽ എന്തില്ല, ഇങ്ങനെ നമ്മൾ ലൈന് കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പോൾ 3നേക്കാളും വലുതും -2നേക്കാളും ചെറുതും ഇത് ഒരുമിച്ച് വരും വേണം. ചെറുതുമായിട്ടുള്ളൊരു റിയൽ നമ്പർ ഇല്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് അങ്ങനെ ഒരു റിയൽ നമ്പർ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫങ്ഷൻ എന്നത് ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ്. ഇവിടെ നമുക്ക് നമ്പേഴ്സ് കാണാനില്ല. ഓർ there is no number such that x greater than 3 and x less than -2. Therefore f dash of x less than 0 if and only if -2 less than x less than 3. That is if and only if. -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഏതാ ഇൻ്റർവെൽ വരിക? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ -2
ടു 3. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഫങ്ഷൻ എന്നത് നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഫങ്ഷൻ ഈസ് ഡിക്രീസസ് ഓൺ, ഹെൻസ് ദ ഫങ്ഷൻ f decreases on open interval -2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് നമ്മുടെ ഫങ്ഷൻ ഇൻക്രീസിങ് ആവുന്ന ഒരു ഇൻ്റർവെൽ ഏതാണ്, അതേപോലെ ഫങ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഏതാണെന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫങ്ഷൻ ഇൻക്രീസിങ് ആവുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് പോസിറ്റീവ് ആവുന്ന എക്സിൻ്റെ വാല്യൂസ്, അതായത് എക്സിൻ്റെ ഇൻ്റർവെൽ കണ്ടു. അതേപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് നെഗറ്റീവ് ആവുന്ന എക്സിൻ്റെ വാല്യൂസ്, അതാണ് ഫങ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ. ഓക്കെ, താങ്ക് യു.